ഷമീമിൻ്റെ 3 സിനിമയും കണ്ടു. മൂന്നും വ്യത്യസ്തമായ അനുഭവങ്ങളായിരുന്നു. അത് മൂന്നിൻ്റെയും പ്രമേയം തികച്ചും വ്യത്യസ്തങ്ങളായ സാധനങ്ങളായിരുന്നു. നമ്മളെ 3 ലോകത്തേക്ക് കൊണ്ടുപോകുന്നൊരു ഫീലാണ് സത്യത്തിലുണ്ടായത്. എന്നെ സംബന്ധിച്ച് പേഴ്സണലി വലിയ അനുഭവമായി തീർന്നത് NVC ആണ്. മറ്റത് രണ്ടും വേറൊരർത്ഥത്തിൽ നമ്മളെ സ്വാധീനിക്കുമെങ്കിലും NVCയുടെ പിന്നിലുള്ള എഫേർട്ട് അതിഭയങ്കരമായ എഫേർട്ടാണ്. ആ സിനിമ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കാല ദേശ പരിധികളെയൊക്കെ ലംഘിച്ചുകൊണ്ടും നമ്മൾ കൂടെ ആ സിനിമക്കൊപ്പം സഞ്ചാരം നടത്തുക. നമ്മളെ ചുറ്റുപാടിനെ കുറിച്ചും നമ്മുടെ ലോകത്തെക്കുറിച്ചും ഒക്കെ നമ്മളിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. നമുക്കും കൂടെ ഒരു റോളുള്ളതായിട്ട് കാണുന്ന ഓരോ ആളുകൾക്കും അത് ഫീൽ ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. NVCയെ കുറിച്ച് തന്നെയാണ് വീണ്ടും വീണ്ടും പറയാൻ എനിക്ക് കൊതി വരുന്നത്. എല്ലാവരും ആ സിനിമ കാണണം. ഇത്ര മനോഹരമായി വലിയൊരു സംഗതി 22 മിനിറ്റിൽ പറയുക എന്നുള്ളത് തികച്ചും ഒരു ഡയറക്ടർക്ക് അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. വലിയ എത്രയോ മാസങ്ങളുടെ അല്ലെങ്കിൽ വർഷങ്ങളുടെ ഒരു യാത്ര നമ്മൾ സ്വന്തമായി ചെയ്തൊരു ഫീൽ. നമ്മളെവിടെയൊക്കെയോ സഞ്ചരിച്ച് ഏതൊക്കെയോ മനുഷ്യരുടെ കൂടെ ഏതൊക്കെയോ കാലത്ത് ഏതൊക്കെയോ ദേശത്ത് ജീവിച്ചതുപോലെ നമ്മൾ ജീവിച്ചു തീർത്തതുപോലെ അത്തരമൊരു ഫീലാണ് എന്നെ സംബന്ധിച്ച് ഉണ്ടായത്. സിനിമയുടെ മറ്റ് തലങ്ങളെക്കുറിച്ചൊക്കെ ആസ്വാദകർ എന്ന നിലയിൽ ഓരോരുത്തർക്കും വ്യത്യസ്ത എക്സ്പീരിയൻസുകളായിരിക്കും. നിങ്ങളെല്ലാവരും ആ സിനിമ കാണണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തികച്ചും വ്യത്യസ്തമായ 7 മിനിറ്റിൽ ഉള്ള ഒരു സിനിമയാണ്. പ്രമേയം കൊണ്ടും അത് ഡയറക്ടർ പറയാൻ ശ്രമിച്ച രീതി കൊണ്ടും അത് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെയും കാര്യങ്ങളെയും കുറിച്ചും കാണുന്ന ഒരാളെ സംബന്ധിച്ച് ഭാവനയുടെ പല ലോകത്തേക്ക് പോകാനുള്ള സാധ്യതകൾ അതിനകത്തുണ്ട്. വ്യത്യസ്ത കാര്യങ്ങൾ, തികച്ചും വ്യത്യസ്തമായ കുറേ കാര്യങ്ങൾ ഓരോ ഷോട്ടിലൂടെയും ഡയറക്ടർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരുപാട് ദൂരം, നോക്കത്താ ദൂരം സഞ്ചരിക്കാനുള്ള സാധ്യത തുറന്നിട്ടുകൊണ്ടാണ് ഡയറക്ടർ ആ സിനിമ ചെയ്തിട്ടുള്ളത്. പിന്നെ ആദ്യം കണ്ട സിനിമയെക്കുറിച്ചാണെങ്കിൽ കുറേ കൂടി കൊമേഴ്ഷ്യൽ ലൈൻ ആണ് എന്നെ സംബന്ധിച്ച് അത് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു കഥ പറഞ്ഞ് അതിലൂടെ സഞ്ചരിച്ച് ഒരു എൻഡിലേക്ക് അത് കൊണ്ടുപോകാനുള്ളൊരു ശ്രമം, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ തികച്ചും അത്തരം ഘട്ടങ്ങളിലൂടെയൊക്കെ പല സമയങ്ങളിലായി കടന്നു പോയിട്ടുണ്ടാവാം. എന്തായാലും വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു അത്.